കട്ടപ്പന നരിയമ്പാറ മന്ദം മെമ്മോറിയൽ ഹൈസ്കൂളിലെ കിഡ്സ് വണ്ടർലാൻഡും പ്രൈമറി വിഭാഗം കുട്ടികളും ചേർന്ന് 14 രാവിലെ 7-ന് കൂട്ടയോട്ടം നടത്തും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് നരിയമ്പാറയിലേക്ക് റെയിൻബോ റൺ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. എക്സൈസ് വിമുക്തി നോഡൽ ഓഫീസർ സാബു മോൻ MC ഫ്ളാഗ് ഓഫ് ചെയ്യും. ശിശുദിനമായ നവംബർ 14-ാം തീയതി മന്ദം മെമ്മോറിയൽ ഹൈസ്കൂളിൻ്റെ KG വിഭാഗം, അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന KG വിഭാഗമായ കിഡ്സ് വണ്ടർലാൻഡും അതുപോലെ തന്നെ അവിടുത്തെ LP സ്കൂളിലെ കുട്ടികളും ചേർന്ന് നെരിയമ്പാറ സ്കൂൾ ജംഗ്ഷനിൽ നിന്നും താഴത്തെ ജംഗ്ഷനിലേക്ക് ഒരു കൂട്ടയോട്ടം നടത്തുക. ആ കൂട്ടയോട്ടത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സമൂഹത്തെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന ലഹരിയിൽ നിന്നും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് അതിനുള്ളത്. എന്തുമാത്രമല്ല, ഇപ്പോഴത്തെ സമൂഹം വളരെയധികം ആളുകൾ ലഹരിയിലേക്ക് പോകുന്നവരെ തിരിച്ച് കളിക്കളത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു രീതിയിലേക്ക് സ്കൂൾ ചിന്തിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് സ്കൂൾ വലിയൊരു പ്രവർത്തനം ചെയ്യുകയാണ്. സ്കൂളിലെ എല്ലാ തരം കളികൾക്കും വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കുകയാണ്. എല്ലാ കുട്ടികളും കളിച്ചു വളരട്ടെ. ഇനി അവർ ലഹരിയിലേക്കല്ല പോകേണ്ടത്. ഇതിൻ്റെ ലഹരി മാത്രമല്ല, മൊബൈൽ ഫോണിൻ്റെ ലഹരിയും ഇപ്പോൾ അതിനേക്കാട്ടിലും വലിയ പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചോളം ഇപ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ വെയിലടിക്കുന്നില്ല. കൊച്ചു കുട്ടികൾ വരെ വീണ് കഴിഞ്ഞാൽ ഉടനെ അവർ എല്ലൊടിയുന്നൊരു സ്ഥിതിയാണ്. അതിൽ നിന്നും മാറ്റണം. കുട്ടികൾ വെയിൽ കൊള്ളട്ടെ എന്ന് തന്നെയല്ല, അവർ മത്സര രംഗത്തേക്ക് കടന്നു വരട്ടെ എന്ന്. അതുപോലെ തന്നെ കുട്ടികൾ പരാജയം എന്തെന്ന് പറയട്ടെ. ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞാൽ പരാജയപ്പെട്ടാൽ ഉടൻ അവർ കാണുന്ന ഒരേ ഒരു മാർഗ്ഗം സൂയിസൈഡാണ്. കാഞ്ചിയാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ സന്ദേശം നൽകും. പുതിയ തലമുറയെ മയക്കുമരുന്നിന്റെയും മൊബൈൽ ഫോണിന്റെയും ലഹരിയിൽ നിന്ന് വ്യതിചലിപ്പിക്കുക, മത്സരബുദ്ധിയും കായികക്ഷമതയും സഹകരണ മനോഭാവവും നേതൃത്വ പരിശീലനവുമുള്ളവരാക്കി വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മുടെ കൊച്ചുകുട്ടികൾ, നെരിയമ്പാറ മന്ദം മെമ്മോറിയൽ ഹൈസ്കൂളിലെ കൊച്ചുകുട്ടികൾ ലഹരിക്കെതിരെയുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ കൂട്ടയോട്ടം അതിൽ പങ്കാളികളാവുകയാണ്. കുട്ടികളിൽ കായിക ലഹരി വളർത്തുക എന്ന പ്രധാന ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ കായികക്ഷമതയും ഊർജ്ജസ്വലതയുമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അന്നേ ദിവസം രാവിലെ 7 മണിക്ക് സ്കൂൾ ജംഗ്ഷനിൽ എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീമാൻ സെന്തിൽ കുമാർ സാർ ഫ്ലാഗ് ഓഫ് ചെയ്ത് കൂട്ടയോട്ടം ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിമുക്തി ചുമതല വഹിക്കുന്ന നോഡൽ ഓഫീസർ ശ്രീമാൻ സാബു മോൻ MC അദ്ദേഹവും രാവിലെ പരിപാടി നമ്മളെ അനുഗമിക്കുന്നതാണ്. എക്സൈസ്, പോലീസ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സമൂഹത്തിലെ ഇതര ആൾക്കാർ എല്ലാവരും ഒന്നുചേർന്ന് നടത്തുന്ന ഈ കൂട്ടയോട്ടത്തിൽ രാവിലെ 7:30 നരിയമ്പാറ ജംഗ്ഷനിൽ സമാപിക്കുകയും ആ അവസരത്തിൽ കട്ടപ്പന പോലീസ് SHO ശ്രീമാൻ മുരുകൻ സാർ കുട്ടികൾക്ക് സമാപന സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യുകയും പോലീസ്, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്കൂളിലെ SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC, അധ്യാപക, അനധ്യാപകർ, ആരോഗ്യവകുപ്പിന്റെ പ്രഥമ ശുശ്രൂഷ വകുപ്പിന്റെ സേവനവും കുട്ടികൾക്ക് ലഭ്യമാക്കും. നരിയമ്പാറ ജംഗ്ഷനിൽ സമാപിക്കുന്ന റെയിൻബോ റണ്ണിന്റെ സമാപന സമ്മേളനം കട്ടപ്പന SHO മുരുകൻ TC ഉദ്ഘാടനം ചെയ്യും. 70 വർഷമായ ഒരു സ്കൂളാണ് നരിയമ്പാറ മന്ദം മെമ്മോറിയൽ ഹൈസ്കൂൾ. ആ സ്കൂളിൽ പഠിച്ച ധാരാളം ആളുകൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഈ കട്ടപ്പന മേഖലയിലുണ്ട്, കേരളത്തിലെമ്പാടുമുണ്ട്. ആ സ്കൂള് പകർന്നു നൽകുന്ന ഒട്ടേറെ അനുഭവങ്ങൾ സമൂഹത്തിന് ഓരോ വർഷങ്ങളിലും ദൃശ്യമാകാൻ സാധിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ സമൂഹത്തെ കാർന്നു നിൽക്കുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെതിരെ ശിശുദിനത്തിൽ കുട്ടികൾ രക്ഷകർത്താക്കളോടൊത്ത് റെയിൻബോ റൺ എന്ന് പറയുന്നത് കൊച്ചു പിള്ളേരാണ്. അതായത് KG വിഭാഗം മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവർ ഓടുന്നതിൻ്റെ ചെറിയ സ്റ്റെപ്പുകളൊക്കെ വെച്ച് നല്ല മൂവ്മെൻറ്റും മുന്നോട്ട് നടന്നു വരുമ്പോൾ അതിന് ആ നാട് മുഴുവൻ ഒരു പിന്തുണയാണ് നൽകുന്നത്. രാവിലെ ജോഗിങ് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികൾ ഈ കാര്യം ചെയ്ത് താഴത്ത് നരിയമ്പാറ 8 മണിയോടെ എത്തും.
അവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും മെഡല് സമ്മാനമായി കൊടുക്കുന്നുണ്ട്. കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകും. സമാപന സമ്മേളനത്തിൽ കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, കട്ടപ്പന നഗരസഭാ കൗൺസിലർ സജിമോൾ ഷാജി, എക്സൈസ് വിമുക്തി നോഡൽ ഓഫീസർ സാബുമോൻ MC, കട്ടപ്പന എക്സൈസ് ഇൻസ്പെക്ടർ സെന്തിൽ കുമാർ, കാഞ്ചിയാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് ജോസഫ്, റോയ്മോൻ തോമസ് തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ B ഉണ്ണികൃഷ്ണൻ നായർ, PTA വൈസ് പ്രസിഡന്റ് ബിനു CP, ഹെഡ്മിസ്ട്രസ് ബിന്ദു N, ജോർജ് ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.